അനുരാഗ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുരാഗ, വലിയ തരത്തിൽ നമ്മൾ കേരളമാകെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏത് രീതിയിലാണ് പോകുന്നത്? പോസ്റ്റ്മോർട്ടം തുടങ്ങാറായോ? ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ്. എന്തായാലും ലഹരി ഉപയോഗം എന്നുള്ള കാര്യം തന്നെയാണ് ഇതിന് പിന്നിൽ പോലീസ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം പല ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ലഹരി ഉപയോഗിക്കുന്ന ആളാണ് പ്രതി എന്നുള്ള കാര്യം. പക്ഷേ പ്രതികരണങ്ങളിൽ, ബന്ധുക്കളുടെയും അയൽവാസികളുടെയും പ്രതികരണത്തിൽ അങ്ങനെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രതികരണം. അത് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ എന്ന് പോലും മന്ത്രി GR അനിൽ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നു, പ്രതി ലഹരിക്ക് അടിമയാണ്. ഇനി പ്രധാനമായും ഈ കൊലപാതകങ്ങൾ നടത്തിയത് ലഹരിക്ക് അടിമപ്പെട്ടാണോ, ലഹരി ഉപയോഗിച്ച ശേഷം ആണോ ഈ കൊലപാതകങ്ങളിലേക്ക് കടന്നത് എന്നുള്ള കാര്യമാണ് ഇനി കണ്ടെത്താനുള്ളത്. അത് എന്തായാലും പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നില്ല. അതിനൊപ്പം തന്നെ ഏത് തരത്തിലുള്ള രാസലഹരിയാണ് ഈ പ്രതി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ കണ്ടെത്താനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. അതിനൊപ്പം തന്നെ ഇയാളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ കണ്ടെത്താനാകുമോ എന്നുള്ള കാര്യം കൂടി പോലീസ് ആ ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലഹരിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തെളിവുകൾ അവിടെ കണ്ടെത്താനാകുമോ, അതിനൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ വീട്ടിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്നുള്ള കാര്യമടക്കം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെയും ലഹരി ഉപയോഗിച്ചാണെങ്കിൽ പോലും എന്തിനാണ് ഈ കുടുംബത്തിലെ ഇത്രയും പേരെ ഒരുമിച്ച് കൊല്ലാൻ ശ്രമിച്ചത് എന്ന കാര്യം ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം അത്രയും ജീവന തുല്യം സ്നേഹിച്ചവരെയാണ് പ്രതി രാവിലെ മുതൽ പലയിടങ്ങളിലായി ചെന്ന് ക്രൂരമായി തന്നെ കൊന്നത്. അതിൽ ഒരു ചുറ്റിക ഉപയോഗിച്ചാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. നെഞ്ചിന് മുകളിലേക്ക് തലവരെ ക്രൂരമായി ആക്രമിച്ചാണ് ഈ എല്ലാവരെയും കൊന്നിരിക്കുന്നത്. രക്തം വാർന്നാണ് ഇവർ ഓരോരുത്തരും മരിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളിൽ പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കൊന്നത്? സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സഹായം പലരോടും അഭ്യർത്ഥിച്ചിരുന്നു, പക്ഷേ ആരും സഹായിക്കാൻ തയ്യാറായില്ല. അതിനുള്ള പക വീട്ടിയതാണെങ്കിൽ എന്തിനാണ് കാമുകിയെയും അതോടൊപ്പം തന്നെ സഹോദരനെയും സ്വന്തം അമ്മയെയും കൂടി ഈ കൊലപാതക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള കൂടി ചോദ്യമാണ്. അങ്ങനെ നിരവധി ചോദ്യങ്ങളും ദുരൂഹതയും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഒരു കേസാണ്. എന്തായാലും അതിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അതിൽ വ്യക്തതയുണ്ടാകൂ, പൂർണ്ണ ചിത്രം ലഭിക്കുകയുമുള്ളൂ. അതിന് പ്രതിയെ ഇനി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യണം. എന്തായാലും ആശുപത്രിയിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തും. ഡിസ്ചാർജ് ചെയ്താൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അറസ്റ്റ് ചെയ്ത ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഇപ്പോഴും ഈ ആശുപത്രിയിൽ വെച്ച് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുമ്പോഴും യാതൊരു കൂസലും പ്രതിക്ക് ഇല്ല എന്നുള്ള കാര്യമാണ് പോലീസ് ആവർത്തിക്കുന്നത്. മനോനില സംബന്ധിച്ച് മറ്റ് സംശയങ്ങളൊന്നുമില്ല. അയാൾക്ക് ഇപ്പോൾ മനോനില സംബന്ധിച്ച് വേറെ പ്രശ്നമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. യാതൊരു കൂസലുമില്ല. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് ഞാൻ 6 പേരെ കൊന്നു എന്ന് പറഞ്ഞ ധൈര്യവും ആ ശരീരഭാഷയും തന്നെയാണ് പ്രതിക്ക് ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് പോലീസ് ആവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കഠിന മനോനിലയിലേക്ക് പ്രതി എങ്ങനെ എത്തി? എല്ലാവരോടും സംസാരിക്കുമ്പോൾ ആ സ്നേഹത്തോടെയും അത്തരത്തിൽ മാത്രം എല്ലാവരോടും പ്രതികരിച്ചിരുന്ന അല്ലെങ്കിൽ പെരുമാറിയിരുന്ന പ്രതി എങ്ങനെയാണ് ഒറ്റ ദിവസം ഇങ്ങനെയുള്ള ഒരു കൊടും ക്രൂരകൃത്യം ചെയ്യുന്ന ക്രിമിനലായി മാറി എന്നുള്ളതടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം ഉത്തരം ഈ പ്രതിയിൽ നിന്ന് തന്നെയാണ് ലഭിക്കേണ്ടത്. അതിനൊപ്പം തന്നെ ഈ പ്രതിയുടെ ഉമ്മ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. അവർ സംസാരിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയാൽ അവരുടെ മൊഴി കൂടി കേസിൽ ഏറെ നിർണായകമാകും. കാരണം എന്താണ് സംഭവിച്ചത്, ഈ കൊലപാതകം നടക്കുന്ന അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കുന്ന സമയത്ത് പ്രതിയുടെ ഒരു സാഹചര്യം എന്തായിരുന്നു? സാമ്പത്തിക പ്രശ്നം തന്നെയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വീട്ടിൽ ഇതിനു മുമ്പ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഇവർക്ക് അറിയാമായിരുന്നോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ഈ പ്രതിക്കുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് പോലീസിന് ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതിന് വ്യക്തമായ അന്വേഷണവും വിശദമായ പരിശോധനകളും തന്നെയാണ് അനിവാര്യം. അനുരാഗ്, അത് തന്നെയാണ്. ആര് കൊന്നു, എങ്ങനെ കൊന്നു എന്നതിൻ്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് ആ ഉത്തരമുണ്ട്. പക്ഷേ എന്തിനു കൊന്നു എന്ന ചോദ്യം, അതിന് ഉള്ള ആ സംശയങ്ങൾ, അത് തന്നെയാണ് ഈ അന്തരീക്ഷത്തിൽ ഓരോ തരത്തിലും ഉയരുന്നത്. അനുരാഗ്, കേൾക്കാമെങ്കിൽ ഇനി പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലായിരിക്കും? കാരണം പ്രതി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞതാണ് താൻ തന്നെയാണ് കൊന്നത് എന്ന് സംബന്ധിച്ച്. പക്ഷേ കൃത്യമായി തന്നെ ശാസ്ത്രീയ തെളിവുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് പോലീസിന്.
തീർച്ചയായും ഇപ്പോൾ എന്തായാലും പ്രതി സ്വമേധയാ കീഴടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കടമ്പ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും നിൽക്കുന്ന വെല്ലുവിളി എന്തിനാണ് ഇങ്ങനെയുള്ള കൊലപാതകം നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ തന്നെ ആ പരിസരവാസികളോട് പ്രതികരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് ആരും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ അടിപിടിയെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്ക് തർക്കത്തിലോ ഒന്നും പ്രതി ഇതുവരെ ആ സ്ഥലത്ത് അങ്ങനെ ഒരു അനുഭവം മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അയൽവാസികൾ പറയുന്നത്. ഈ ലഹരി ഉപയോഗം ഉണ്ട്, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ആളാണ് പ്രതി എന്ന് പോലീസ് പറയുമ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും കേസിൽ ഇയാൾ പെട്ടിട്ടുണ്ടോ, ലഹരിയുമായി ബന്ധപ്പെട്ട കേസുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് ഈ പ്രതി ജീവിച്ച് പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ഇങ്ങനെ പറയുമ്പോഴും ഒരു ക്രിമിനൽ, ബോൺ ക്രിമിനൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ ആരും, ഈ തൊട്ടടുത്തുള്ള പ്രദേശവാസികൾ, അയൽവാസികൾ പോലും കേൾക്കാത്ത രീതിയിലാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരു വീട്ടിൽ പോലും മറ്റൊരു വീട്ടിൽ ഈ ഒരു ബഹളമോ അല്ലെങ്കിൽ നിലവിളിയോ കേൾക്കാത്ത രീതിയിൽ വായടക്കം പൊത്തിക്കൊണ്ട് അങ്ങനെയാണ് ഇവരെല്ലാം കൊന്നിരിക്കുന്നത്. അതിനൊപ്പം ഒരു ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് മാരകമായി മർദ്ദിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ഒരു സംഭവത്തിൽ എന്തായാലും വിശദമായ അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട്, പരിശോധന നടക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഇയാളുടെ മാനസിക നില സംബന്ധിച്ചുള്ള പരിശോധന നടക്കണം. മാനസികാരോഗ്യ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്ന കാര്യം നേരത്തെ പോലീസ് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇയാളുടെ മാനസിക നില സംബന്ധിച്ച് മറ്റൊരു സംശയവുമില്ല, അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നവും ഇയാൾക്കില്ല എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തണം, വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ. ശരി അനുരാഗ്, ഇപ്പോൾ അഞ്ജു ജയപ്രകാശ് കൂടി ചേരുകയാണ്. അഞ്ജു, ഇപ്പോൾ അനുരാഗ് സൂചിപ്പിച്ചതുപോലെ ഒരു ബോൺ ക്രിമിനൽ എങ്ങനെ പെരുമാറുന്നു എന്ന തരത്തിൽ അയാൾ പെരുമാറുന്നു. പക്ഷേ സമീപവാസികൾക്കൊന്നും ഒരു തരത്തിലുള്ള ഒരു സംശയവും ഇതുവരെ ഉണ്ടായിരുന്നുമില്ല ഈ യുവാവിന്റെ മേൽ. പക്ഷേ ഈ കൊലപാതകം നടത്തിയ രീതി കാണുമ്പോൾ അത് ഏവരെയും ഞെട്ടിക്കുന്നതാണ്. കൊലപാതകത്തിന്റെ രീതി തന്നെയാണ് പേടിപ്പെടുത്തുന്നത്. അതും ഉറ്റവരെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തുക എന്നത് തന്നെ വലിയ തരത്തിൽ, അതായത് ഒറ്റയടിക്ക് കൊലപ്പെടുത്തുക എന്ന രീതി തന്നെ, ശൈലി തന്നെയാണുള്ളത്. അതായത് നെറ്റിയിൽ അടിച്ച് കൊലപ്പെടുത്തി, സൂചിപ്പിച്ചതുപോലെ ഈ കഴുത്തിന് മുകളിൽ വാരകമായിട്ട് മർദ്ദനമേറ്റ് മരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൂര കൊലപാതകമാണ് ഈ പ്രതി നടത്തിയിട്ടുള്ളത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പോലീസിന്റെ നിലവിൽ ഇപ്പോൾ പോലീസ് ഇതിലൊരു സ്പെഷ്യൽ അന്വേഷണം, അതായത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കില്ല. നിലവിൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെയാണ് കേസ് അന്വേഷിക്കുക. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും പ്രതി എന്ന് പറഞ്ഞ ആൾ പോലീസിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്താണ് ഈ കുറ്റകൃത്യത്തിന്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യം പോലീസ് ഈ 3 പേരുടെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം എന്താണ് കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു കൊലപാതകം അത് നടത്താൻ സാമ്പത്തിക പ്രശ്നമാണോ, നേരത്തെ രജീഷ് ചോദിച്ചതുപോലെ ഒരു സൈക്കോ കൊലപാതകയുടെ എല്ലാ രീതിയും ഈ കൊലപാതകത്തിനുണ്ടോ എന്നത് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കൊലപാതകം നടന്നതിന് ശേഷം ഈ പ്രതി ഈ വീട് പൂട്ടിയിട്ടതിന് ശേഷം നേരെ നിലവിൽ ഇപ്പോൾ IG ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ശരി അഞ്ജു, എന്തായാലും അത് തന്നെയാണ് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നത് തന്നെയാണ് പോലീസ് ഇപ്പോഴും. ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒന്നും പറയാറായിട്ടില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സഹകരിക്കുന്നുണ്ടോ പ്രതി? പ്രതി ഇപ്പോൾ ആശുപത്രിയിലാണ്, ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റഡ് ആണ്. അമ്മയുടെ മൊഴി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റും. മോട്ടീവിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അതിപ്പോൾ പ്രതി വിഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ അതിനുശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അത് ഇപ്പോൾ വരെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി. പിതാവ് ഇവിടെ സ്ഥലത്തില്ല, അപ്പോൾ അതും അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും. ഇല്ല, അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റൂ. അപ്പോൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് പറയാറായിട്ടില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്.
ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. ആയുധങ്ങളൊക്കെ കണ്ടെത്തിയിട്ടില്ലേ സർ കൊലപാതകം? അതെ അതിന് ഉപയോഗിച്ച അത് അന്വേഷിക്കുന്നുണ്ട്. അത് തെളിവെടുപ്പിൽ നടക്കുകയാണ്. സർ, എല്ലാവരും ഒരേ രീതിയിലാണ് ഈ ഹാമർ കൊണ്ടിടിച്ചാണോ, എങ്ങനെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്? അത് ഇപ്പോൾ ഫോറൻസിക് ടീം അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റൂ. ഓക്കെ. സ്പെഷ്യൽ ടീം ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ സർ? എങ്ങനെയാണ്? സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കി തന്നെയായിരിക്കും അന്വേഷണം ഉണ്ടാവുക എന്നാണ് ഐ ജിയും വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലുള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നിലവിൽ നടത്തി വരുന്നത്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. അത് ഉണ്ടാകുന്നത് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമായിരിക്കും. മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പുതിയ അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്.